ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളും 10-ാം വാക്യവും 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുമാണ്. ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്ന യേശുനാഥൻ ജെറുസലേമിൽ കൂടാര തിരുനാളിൽ പങ്കെടുക്കാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ ബന്ധിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ശ്രമിക്കുകയാണ്. പക്ഷേ സമയം ആകാതിരുന്നതിനാൽ അവിടുത്തെ ബന്ധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ എന്തുകൊണ്ടാണ് യേശുവിനെ അവർ ബന്ധിക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ, യേശുനാഥൻ താനും പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവരോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതായത് ഈശോയെക്കുറിച്ച് എല്ലാ കാര്യവും അവർക്കറിയാം എന്നുള്ള മൂഢധാരണയിലാണ് അവർ. അപ്പോൾ യേശുനാഥൻ പറയുന്നുണ്ട്, ഞാൻ വരുന്നത് പിതാവിൻ്റെ അടുക്കൽ നിന്നാണ്. അപ്പോൾ ഇത് അവരെ ചൊടിപ്പിക്കുകയാണ്. കാരണം ഇവൻ സാധാരണ ഒരു മനുഷ്യനാണ്, ഇവനെക്കുറിച്ച് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ ബന്ധിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷം നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളും ചില മൂഢധാരണകളിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ചില മനുഷ്യരെക്കുറിച്ച് നമുക്ക് മുൻവിധികളുണ്ട്, മുൻധാരണകളുണ്ട്. ഇത് ദൈവത്തെക്കുറിച്ച് പോലും ഉണ്ട്. കാരണം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരെ തിരിയാറുണ്ട്. ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് പെരുമാറുന്നത്, ദൈവം ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മുൻധാരണകൾ വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെയും പഴിചാരാറുണ്ട്, ചില മനുഷ്യരെയും നമ്മൾ വിധിക്കാറുണ്ട്. അപ്പോൾ ഈ പഴിചാരലുകളും ഈ മുൻധാരണകളും ഒക്കെ നമ്മുടെ വിഡ്ഢിത്തരമാണെന്ന സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ഈശോയെക്കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുമ്പോഴും ഈശോ ആരാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. അവിടുന്ന് ദൈവം മാത്രമാണ്. അവർക്ക് ഒരുപക്ഷെ അറിയാമായിരുന്നത് ഈശോയുടെ മനുഷ്യത്വത്തെക്കുറിച്ചാണ്. മനുഷ്യനായ ഈശോ എവിടെ നിന്ന് വന്നു എന്ന് അവർക്കറിയാം. പക്ഷെ അവൻ്റെ ദൈവികത്വം അവർ മറന്നുപോയ കാര്യമാണ്, അവർ മനസ്സിലാക്കാതെ പോയ കാര്യമാണ്. ഇതുപോലെ ചില മനുഷ്യരിലെ നന്മകൾ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവിടെ നിന്ന് ചെയ്യുന്ന നന്മകൾ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ ഈ തപസ്സുകാലം നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന കാര്യം, ഈ ഭാഗ്യമായ കാര്യങ്ങളിൽ നമുക്കുള്ള അറിവ് വെച്ച് നമ്മൾ വിധിക്കുന്ന മനുഷ്യരാകാതെ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്ന മനുഷ്യരായി മാറാൻ ശ്രമിക്കണം. ദൈവം ചില മനുഷ്യർ വഴി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലുകളെ ദൈവികമായ ഇടപെടലുകളായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. മുൻധാരണകളും മുൻവിധികളും മാറ്റിവെക്കുന്ന മനുഷ്യരായി മാറണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചില നിമിഷങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാതെ വരും നമ്മുടെ ഈ മാനുഷികമായ ചിന്തയിൽ നിറയണം. അപ്പം യേശുനാഥൻ ഇന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അവരെ യേശുവിനെ ബന്ധിക്കാൻ അവർ ശ്രമിക്കുന്നു, പക്ഷെ സമയമായിട്ടില്ല, അതുകൊണ്ട് അവനെ ബന്ധിക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ, ആ പ്രത്യാശയിൽ വേണം നമ്മൾ ജീവിക്കാൻ. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി നമ്മൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് സമയമാകുന്നത് വരെ കാത്തിരിക്കണം. അപ്പോൾ ഈ തപസ്സുകാലം ആ ഒരു സമയത്തിനുള്ള കാത്തിരിപ്പും കൂടെ നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈ തപസ്സുകാലത്ത് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ, അത് മുൻധാരണകളും മുൻവിധികളും മാറ്റിവെച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങളിലും അവിടുന്ന് നമുക്ക് നൽകുന്ന ആ ജീവിത വഴികളിൽ പ്രത്യാശയോടെ കാത്തിരിക്കാനുള്ള കൃപ നൽകണമേ. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.